ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് ഭിന്നസംഖ്യകൾ. അപ്പോൾ അതിൽ മടങ്ങും ഗുണനവും എന്ന ഭാഗം നോക്കാം. ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. 2 കിലോ പഞ്ചസാരയുണ്ട്. 4 പാക്കറ്റിൽ ആകെ എത്ര കിലോഗ്രാം ഉണ്ടാകും? നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടാലോ. ഒരു പാക്കറ്റിൽ 2 കിലോഗ്രാമൊക്കെ 4 പാക്കറ്റിൽ 4 2 8 കിലോഗ്രാം പഞ്ചസാര ഉണ്ടാവും. അതായത് അതിനെങ്ങനെ പറയാം? നമുക്ക് 2 കിലോഗ്രാമിൻ്റെ 4 മടങ്ങ്, അതാണ് 8 കിലോഗ്രാം എന്ന് പറഞ്ഞത്. അതായത് 2 × 4 8 എന്ന് പറഞ്ഞു. ഇതിന് തന്നെ 2 × 4 എന്ന് പറഞ്ഞാൽ 2നെ 4 പ്രാവശ്യം കൂട്ടുകയെന്നല്ല അർത്ഥം. 2 കൂട്ടും 2 കൂട്ടും അങ്ങനെ 8 കിട്ടും. ഇനി 1/2 കിലോഗ്രാം പാക്കറ്റുകളാണെങ്കിൽ എങ്ങനെയാണ് പറയുക? 1/2 കിലോഗ്രാം പാക്കറ്റുകളാണെങ്കിലോ, അതായത് 2 പാക്കറ്റിൽ അന്നേരം 1 കിലോഗ്രാം, 4 പാക്കറ്റിലാകുമ്പോൾ അപ്പോൾ എത്രയായി? 4 പാക്കറ്റിലാകുമ്പോൾ 2 കിലോഗ്രാം. അതായത് 1/2 കിലോഗ്രാമിൻ്റെ 4 മടങ്ങാണ് 2 കിലോഗ്രാം. സംഖ്യ മാത്രം പറഞ്ഞാൽ 1/2ൻ്റെ 4 മടങ്ങാണ് 2. ഇനി 2ൻ്റെ 4 മടങ്ങിനെ, അതായത് 2 × 4 നമ്മൾ എഴുതുന്നില്ലേ, അതുപോലെ 1/2യുടെ 4 മടങ്ങിനെ എങ്ങനെ എഴുതാം? 1/2 × 4. 1/2ൻ്റെ 4 മടങ്ങ്, അതായത് എത്രയാണ്? 2. ഇനി ഒരു കുപ്പിയിൽ 1/4 ലിറ്റർ വെള്ളം കൊള്ളും. 1/4 ലിറ്റർ കൊള്ളും. 3 കുപ്പി നിറക്കാൻ എത്ര വെള്ളം വേണം? ഒരു കുപ്പിയിൽ 1/4 ലിറ്റർ വെള്ളം കൊണ്ടുവെങ്കിൽ 3 കുപ്പിയിൽ 1/4 × 3, അതായത് 1/4 × 3 ചെയ്യാം. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4 ലിറ്റർ വെള്ളം കൊള്ളും. ഇതാ 1/4ൻ്റെ 3 മടങ്ങാണ്, അപ്പോൾ 3/4. ഇനി വേറൊരു കണക്ക് കൂടി നോക്കാം. 1/4 മീറ്റർ നീളമുള്ള 5 ചരടുകൾ അറ്റത്തോടറ്റം ചേർത്ത് വെച്ചാൽ ആകെ എത്ര നീളം ഉണ്ടാവും? 1/4 മീറ്റർ നീളമുള്ള 5 ചരടുകൾ, അതായത് 4 1/4 ചേർന്നാൽ 1 ആണ്. അപ്പോൾ 5 ചരടല്ലേ, അപ്പോൾ 1/4. 1/4ൻ്റെ 5 മടങ്ങ് അപ്പോൾ എത്രയാണ്? 1/4 ആണ്. 1/4 × 5 നമുക്ക് 1/4 എന്ന് എഴുതാം. ഇനി ഇവിടെ താഴെ കൊടുത്തിട്ട് കണക്ക് മനക്കണക്കായിട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം എത്ര കിലോഗ്രാമാണ്? 1/4 കിലോഗ്രാം വീതം ഭാരമുള്ള 2 കഷ്ണം മത്തങ്ങ, അതിൻ്റെ ആകെ ഭാരം എത്ര കിലോഗ്രാം ആയിരിക്കും? എത്ര കിലോഗ്രാമാണ്? 1/4 കിലോഗ്രാമാണ് ഓരോന്നിനും. അപ്പോൾ 2 കഷ്ണത്തിനാകുമ്പോൾ 1/2 കിലോ ആവും. 4 കഷ്ണമാകുമ്പോൾ 1 കിലോ. 6 കഷ്ണമാകുമ്പോൾ എത്രയാവും? 1/2 കിലോ. ഓക്കെ. ഇനി ഒരു കുപ്പിയിൽ 1/3 ലിറ്റർ പാൽ നിറക്കാം. 1/3 എന്ന് പറഞ്ഞാൽ 1/3 ലിറ്റർ പാൽ നിറക്കാം. 2 കപ്പിലാകെ എത്ര ലിറ്റർ പാൽ നിറക്കാമെന്ന് പറയുമ്പോൾ ഒരു കപ്പിൽ 1/3 ലിറ്റർ, അപ്പോൾ 2 കപ്പിലാകുമ്പോൾ അത് × 2 എത്രയാണ്? 2/3. അങ്ങനെയാകുമ്പോൾ 4 കപ്പിലാകുമ്പോൾ 1/3 × 4 4/3. ഓക്കെ. 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്ററാണ്? 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം നാട, അപ്പോൾ 3/4 × 4 എത്രയാണ്? 3/4ൻ്റെ ചെയ്ത് നോക്കട്ടെ, മനസ്സിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. 3/4 മീറ്റർ നീളമുള്ള 4 നാട പറഞ്ഞാൽ 3/4 എത്രയാണ്? 3/4 1/2. 1/2നോട് 1/2 അപ്പോൾ എത്രയാണ്? അപ്പോൾ എത്രയാണ്? 3 അല്ലേ? 3 മീറ്റർ നീളം. ഇനി 5, ഇത് 4 കഷ്ണത്തിനാണ് 3 പറഞ്ഞത്. 5 കഷ്ണമാണെങ്കിൽ എത്രയാവും? അപ്പോൾ 3/4 ആവും. ഒരു കളിസ്ഥലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ സമയം വേണം. ഇതേ വേഗത്തിൽ 4 പ്രാവശ്യം നടക്കാൻ എത്ര സമയം വേണം? ഒരു പ്രാവശ്യം നടക്കാൻ 1/4 മണിക്കൂർ വേണം. 4 പ്രാവശ്യം ആകുമ്പോൾ അപ്പോൾ ഒരു പ്രാവശ്യം നടക്കാൻ കാലാകുമ്പോൾ 4 പ്രാവശ്യം ആകുമ്പോൾ 1 മണിക്കൂർ. ഇനി 7 പ്രാവശ്യം ആകുമ്പോൾ എത്ര വരും? എത്രയാണ്? 1/4. ഇനി ഇത്തരം കണക്കുകൾ ചെയ്യാനുള്ള ക്രിയാരീതി നോക്കാം. എങ്ങനെയാണ്? ഇനി 1/3ൻ്റെ 2 മടങ്ങ് എത്രയാണെന്ന് ചോദിച്ചാൽ 1/3നെ 2 കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ 1/3 2 പ്രാവശ്യം കൂട്ടാം. 3 മടങ്ങ് ചോദിച്ചാൽ നേരെ 1/3നെ 3 കൊണ്ട് ഗുണിക്കാം, അല്ലെങ്കിൽ 1/3 3 പ്രാവശ്യം കൂട്ടാം.
4 മടങ്ങാന്ന് കിട്ടണ്ടെങ്കിൽ 1/3 കൂടി കൂട്ടുക. അതായത് 1/3 4 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ഗുണിക്കണം 4, 1/3 കൂട്ടണം 1/3 കൂട്ടണം 1/3 കൂട്ടണം. അതായത് ഛേദമെല്ലാം ഒന്നായതുകൊണ്ട് 3 കോമൺ ആക്കി വെച്ച അംശത്തിലുള്ള എല്ലാം കൂട്ടുക. 1 കൂട്ടണം 1 കൂട്ടണം 4/3. 4/3 എന്ന് പറഞ്ഞാൽ 1/3. ഇതുപോലെ 2/3ൻ്റെ 4 മടങ്ങാണ് 2/3 4 കൊണ്ട് ഗുണിച്ചിട്ട് ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടിയിട്ടും ചെയ്യുക. 8/3. ഇതിൽ 8നെ 3ൻ്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? 8/3 8 നമുക്ക് എന്ത് ചെയ്താൽ 2 കൂട്ടണം 6 2/3 2 2/3. അതുപോലെ 2/3ൻ്റെ 10 മടങ്ങ് ആയാൽ എങ്ങനെ കണ്ടുപിടിക്കാം? 2/3 × 10 എത്രയാണ്? 6 2/3. ഇനി ഒരു കണക്ക് നോക്കുക. ഒരു കുപ്പിയിൽ 3/4 ലിറ്റർ പാൽ. ഇത്തരം 7 കുപ്പികളിൽ എത്ര ലിറ്റർ പാലുണ്ടെന്ന് കിട്ടും. അപ്പോൾ 3/4ൻ്റെ 7 മടങ്ങാണ് കണ്ടുപിടിക്കേണ്ടത്. 3/4 × 7 21/4. ഇത് നമുക്ക് 5 1/4 എന്ന് എഴുതാം. അപ്പോൾ ഇപ്പോൾ ആകെ 7 കുപ്പിയിൽ 5.25 ലിറ്റർ വെള്ളം കൊള്ളും. ഇനി ഇതുപോലെ ഈ കണക്ക് ചെയ്ത് നോക്കണം. ഒരു ഇരുമ്പ് കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാമാണ്. അപ്പോൾ 15 കട്ടകളുടെ മൊത്തം ഭാരം എത്ര കിലോഗ്രാമാണ്? അപ്പോൾ 15 1/4ൻ്റെ 15 മടങ്ങാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 15 × 1/4 ചെയ്യുക. അപ്പോൾ എത്രയാണ്? 15/4. ഇതിന് മിച്ചവും എന്തൊക്കെ എഴുതാമെന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇതാ 15/4 നമുക്ക് 12 കൂട്ടണം 3 എന്ന് എഴുതാം. അപ്പോൾ 12/4 കൂട്ടണം 3/4. 12/4 എന്ന് പറഞ്ഞാൽ 3 3/4 ഉത്തരം. ഇനി 16 കട്ടകളുടെയോ, അതായത് 1/4ൻ്റെ 16 മടങ്ങ്. അപ്പോൾ ഇതിനോട് 1 കൂടുതലല്ലേ? അപ്പോൾ ഇതിനോട് 3 3/4നോട് 1/4 കൂട്ടിയാൽ മതി. 3 3/4നോട് 1/4 കൂട്ടുക എന്ന് പറഞ്ഞാൽ മനക്കണക്കായി ചെയ്യുക. 3/4നോട് 4 കൂട്ടിയാൽ എത്രയാണ്? 4. ഇനി 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്ററാണ്? ഇത് ചോദ്യം നോക്കുക. 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായിട്ട് മുറിക്കുക എഴുതുക. അപ്പോൾ എത്രയാണ്? ഓരോ കഷ്ണത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 2/5ആണ്. ഇനി 4 കഷ്ണങ്ങളുടെ ആകെ നീളം എന്ന് പറയുമ്പോൾ 2/5ൻ്റെ 4 മടങ്ങ്. 2/5ന് 4. അപ്പോൾ 2/5ന് 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 1 3/5. ഇനി 10 കഷ്ണങ്ങളാണെങ്കിൽ 2/5ൻ്റെ 10 മടങ്ങ്. അതിൻ്റെ ഉത്തരം 4. ഇനി അടുത്തത് 5 ലിറ്റർ പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട്? അത് 5/6 ലിറ്റർ. ഇനി 3 കുപ്പികളിൽ ആകെ എത്ര പാലുണ്ടെന്ന് ചോദിച്ചാൽ 5/6 × 3. അതായത് 15/6നെ ചുരുക്കിയാൽ 5/2 കിട്ടും. ഇനി 4 കുപ്പികളിൽ എന്ന് പറഞ്ഞാൽ 5/6 × 4 എത്രയാണ്? 20/6. 20/6 എന്ന് പറഞ്ഞാൽ 18/6 കൂട്ടണം 2/6. അപ്പം 3 1/3 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.